എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം. ഇതിനകത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മകളെ ഡിജിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മഹത്തായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 ചെറുപ്പക്കാരാണ് നമ്മളോടൊപ്പമുള്ളത്. നമ്മുടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അതിൻ്റെ ജനനം മുതൽ അതിൻ്റെ സംരക്ഷണം വരെയുള്ള ഒരു വലിയ ചരിത്ര കാലമുണ്ട്. ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് മുതൽ മലയാളം തമിഴിൽ നിന്ന് മാറി അതിൻ്റെ സ്വന്തമായ ഒരു സ്വത്വം തനിമ കൈവരിക്കാൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണുള്ളത്. അതിലൊരുപാട് വിദേശികളും സ്വദേശികളുമായ ഒരുപാട് മഹാന്മാരായ മനുഷ്യരോടാണ് നമ്മളിതിന് കടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒക്കെ. അതിൽ പൗരാണിക സാഹിത്യകാരായ എഴുത്തച്ഛൻ, പൂന്താനം തുടങ്ങിയവർ മുതൽ വിദേശ മിഷണറിമാരായ ഗുണ്ടട്ട്, അർണോസ് പാതിരി മുതലായവരിലൂടെ ഒരുപാട് നമ്മുടെ നാട്ടുകാരായ വൈയാകരന്മാരെ, ശബ്ദധാരാവലി സൃഷ്ടിച്ചവർ, നിഘണ്ടു സൃഷ്ടിച്ചവർ, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു വലിയ തപസ്യയാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും ഇന്നത്തെ അവസ്ഥയ്ക്ക് നിദാനമായിട്ടുള്ളത്. ഈ മഹത്തായ ഒരു ശൃംഖലയുടെ ഇങ്ങേ അറ്റത്ത് 21-ാം നൂറ്റാണ്ടിൽ ഈ മഹത്തായ ശൃംഖലയോട് അവരോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന 3 ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ ഇവരാണ് എന്ന് പറയുന്നത് എനിക്കൊന്നും അതിശയോക്തി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഈ സാഹിത്യത്തിൻ്റെയും പുസ്തകങ്ങളുടെയും രേഖകളുമൊക്കെ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ, ഇനി വരും തലമുറയ്ക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അതിലൊരു പുതിയ ആധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായം വേണം, ഒരു ഇച്ഛാശക്തി വേണം, മലയാളത്തിനോടുള്ള അദമ്യമായ ഒരു സ്നേഹം വേണം, ഇതെല്ലാം വേണം. ഇങ്ങനെ ചെയ്ത 3 പേരാണ് നമ്മളോടൊപ്പമുള്ളത്. മലയാളികൾ എന്ന നിലയ്ക്ക് അഭിമാനിക്കുന്നതിനോടൊപ്പം മലയാളത്തിന് വേണ്ടി, കൈരളിക്ക് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, നമ്മൾ ആക്കുന്ന ഈ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ, സാധാരണ വലിയ വലിയ സർക്കാരുകൾ അല്ലെങ്കിൽ ലൈബ്രറികൾ, പിന്നെ യൂണിവേഴ്സിറ്റികൾ, ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ 2-3 വ്യക്തികൾ മാത്രമായിട്ട് ചെയ്ത് കൂട്ടിയത് എന്നുള്ളത്. ഒരുപക്ഷെ ഭാവിയിൽ മനുഷ്യർ ഒരുപക്ഷെ അമ്പരന്ന് പോകും ഇവരുടെ ഈ സംഭാവനയെ പറ്റി ഓർക്കുമ്പോൾ ഒന്നും സംശയമില്ല. നമ്മളിപ്പോൾ ശബ്ദധാരാവലി എഴുതിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഹോമിച്ചത്, അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നുപോയ ആ മനുഷ്യൻ ചെയ്തത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വായിച്ച് നമ്മളിന്ന് അമ്പരന്ന് പോകുന്ന പോലെ ഒരുപക്ഷെ നാളെ ഈ ചെറുപ്പക്കാരെക്കുറിച്ച്, ഷിജുവിനെ പോലെ, ജിസോയെ പോലെ, കൈലാഷിനെ പോലെയുള്ള ഈ ചെറുപ്പക്കാരുടെ സംഭാവന ഒരുപക്ഷെ നമ്മുടെ വരും തലമുറകൾ കണ്ടും കേട്ടും വായിച്ചും അമ്പരക്കാനിടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവരെ ഈ പറഞ്ഞ പോലെ 16-ാം നൂറ്റാണ്ട് മുതലുള്ള നമ്മുടെ മലയാളത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ, താളിയോലയിൽ എഴുതിയവർ, അച്ചടിച്ചവ, ഇവയെല്ലാം ഇന്ന് ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് കിട്ടി. ഇത് എത്രയോ കാലമായി നഷ്ടപ്പെട്ടു പോകുന്ന, നിരന്തരമായി നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഓർമ്മകളുടെ ഒരു വലിയ ലോകം നമ്മളെ തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവരുടെ സംഭാവന. ഇവരില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു വെച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ആദ്യമായി ഈ ചുവടുവയ്പ്പ് നടത്തിയ ഈ ഭാഷയും സംസ്കാരവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ സമഞ്ജസമായ സമ്മേളനത്തിന് ഉത്തരവാദികളായി ചെറുപ്പക്കാരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആദ്യത്തെ മലയാളത്തിൽ അച്ചടിച്ച, ആദ്യത്തെ വിദേശത്തച്ചടിച്ച, 18-ാം നൂറ്റാണ്ടിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം മുതൽ ഗുണ്ടട്ടിൻ്റെ രേഖകൾ മുഴുവൻ, ഗുണ്ടട്ട് എഴുതിയതിൽ അർണോസ് പാതിരിയുടെ, അത് പല വിദേശ സർവകലാശാലകളിൽ ഓൾറെഡി ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പോലും ഇവർ അത് ശേഖരിച്ച് അതിനെ പൊതുവിടത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത് എല്ലാവർക്കും പ്രാപ്യമായ ഒരു പൊതു ഇടത്തിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു സംഭാവന. ആ പുസ്തകങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞാൽ അവസാനിക്കത്തോ അത്രയധികം. ഇവർ 15 വർഷം കൊണ്ട് 3.5 ലക്ഷം താളുകളാണ്, അല്ലേ, ഏതാണ്ട് 3.5 ലക്ഷം താളുകളാണ് ഇവർ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് പുറമെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ പുസ്തക ശേഖരങ്ങൾ, അവരുടെ എഴുതിയ, ഇങ്ങനെ ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വിദേശ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജർമ്മനിയിലെ ട്യൂബിഞ്ചൻ സർവകലാശാലയിലാണ് ഗുണ്ടട്ടിൻ്റെ പുസ്തകങ്ങളും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതി. ഇതെല്ലാം ഗുണ്ടട്ട് ലെഗസി എന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർ അതിൽ അസോസിയേറ്റ് ചെയ്ത് ഇന്ന് ഗ്രന്ഥപുര ആ ലോകത്തുള്ള അന്താരാഷ്ട്ര
തലവാരമുള്ള ഒരുപാട് സർവകലാശാലകളിലെ, ഇപ്പോൾ ഹാർവാർഡിൽ, ഓക്സ്ഫോർഡിൽ ഒക്കെയുള്ള ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കൈവൽ സൈറ്റായിട്ട് ഗ്രന്ഥപുര മാറിയിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും ഇവരുടെ കഥ, ഈ അമേസിങ് സ്റ്റോറി ഇവർ തന്നെ പറയും. അതിനു മുമ്പ് ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ, അല്ലേ, സ്കാനുകളുടെ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്.
വാസ്തവത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഭാഷയും സാഹിത്യത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പോലെ ഒരു സാഹിത്യോത്സവത്തിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ലാതെ മറ്റെന്താണ്? ഒരേ സമയത്ത് സാംസ്കാരികവും സാങ്കേതികവും വൈകാരികവുമായിട്ട് എത്ര പേരുടെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്കാണ് ഇത് പോകുന്നത്. നമ്മളൊക്കെ പഠിച്ച വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച 1-ാം ക്ലാസ് പാഠപുസ്തകം മുതൽ ഗണിതശാസ്ത്രം, ഇങ്ങനെ എല്ലാം, അങ്ങനെ ഒരു വലിയ ലോകം. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഷിജു ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന ആളാണ്. ഷിജു എങ്ങനെയാണ് ഇങ്ങനത്തെ ആശയം? ഷിജു ഒരു ടെക്നിക്കൽ റൈറ്ററാണ്, 3 പേരും ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഷിജു ഇങ്ങനെ ഒരു ആശയവുമായിട്ട്, ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് എങ്ങനെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്? ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് എനിക്ക് ചില പ്രത്യേക മലയാള ലിപി പരിണാമം, അതേപോലെ കേരള അച്ചടി ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ കുറച്ച് ഗവേഷണ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഗവേഷണ താല്പര്യം ഉണ്ടാകൊണ്ട് തന്നെ ഞാൻ ഈ പഴയ രേഖകൾ, ഗവേഷണത്തിന് പഴയ രേഖകൾ ആവശ്യമായിരുന്നു. അപ്പോൾ അത് തപ്പിപ്പോകുമ്പോൾ എനിക്കത് ലഭ്യമായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കലാശാലകളിലൊക്കെ ഇത് അന്വേഷിക്കുമ്പോൾ ഈ അക്കാഡമിക് സർക്കിളിന് പുറത്തു നിന്നുള്ള ഒരാൾ എന്തിനാണ് ഇത്രയും രേഖകൾ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ഉത്തരമാണ് പല ഇടത്തുനിന്നും എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കെൻ്റെ ഗവേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ എൻ്റെ ഒരു വ്യക്തി താല്പര്യം വെച്ച് പലയിടത്തും പോയി ഈ രേഖകൾ കണ്ടെടുത്തു. പിന്നെ അവരുടെ അനുമതിയോടുകൂടി ചില രേഖകൾ ഞാൻ ഇതേപോലെ ഡിജിറ്റൈസ് ചെയ്തെടുത്തു. അപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് ഞാനിങ്ങനെ ഞാൻ മാത്രം ഉപയോഗിക്കാതെ ഞാൻ എൻ്റെ ബ്ലോഗിൽ അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ആളുകൾ, ഞാൻ മാത്രമല്ല ധാരാളം പേര് അത് പുനരുപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സാധ്യത എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനിങ്ങനെ ഗവേഷണം തുടർന്നതിനനുസരിച്ച് ഞാൻ ഉപയോഗിച്ച സംഗതികളൊക്കെ ഇങ്ങനെ ആളുകളുമായിട്ട് പങ്കുവെച്ചു. അപ്പം ഇതിൻ്റെ എണ്ണം കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പദ്ധതിയുടെ ഒരു ഞാൻ ആദ്യം ചിന്തിച്ചില്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ ഇത് ഒരു സൈഡ് പ്രൊജക്റ്റായിട്ട്, ഹോബി പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ കളക്ഷൻ വളർന്നു വരികയും ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ 2009 ഫോമലായിട്ടുള്ള ഒരു ആരംഭം അല്ലേ ഈ ഗ്രന്ഥപുര? അതെ അതെ, ഗ്രന്ഥപുര അന്ന് 2009. അതെ, അത് ഞാൻ ആ തുടക്കത്തിൽ ഞാൻ എൻ്റെ ബ്ലോഗിലാണ് ഇത് ചെയ്തത്. അപ്പം ഞാൻ അതിൻ്റെ പേര് ഗ്രന്ഥപുര എന്ന് കൊടുത്തതേ ഉള്ളൂ. അടുത്ത ജിസോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ 15 വർഷത്തെ ഈ ജേർണി, ഈ യാത്രയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ ഷിജുവിന് ഏറ്റവും എന്താ പറയുക, ഒരു വലിയൊരു വെല്ലുവിളി പോലെ തോന്നിയ ഒരു വിഷയവും വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷവും പറയാമോ? അതായത് ഏത് തരം പുസ്തകം ലഭിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകം ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്തപ്പോഴാണ് വാസ്തവത്തിൽ ഇത് അത്ഭുതകരമായ ഒരു അനുഭവമായിട്ട് തോന്നിയോ, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നൊക്കെ ഈ അനുഭവം ഉണ്ടായത്? പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് പുസ്തകങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതെ, അപ്പം അത് പറയുകയാണെങ്കിൽ ഈ തുടക്കത്തിൽ ഈ ഞാൻ ചെയ്തപ്പോൾ ആളുകളായിട്ട് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ, ഇത് പങ്കുവെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു ആ തുടക്കത്തിൽ ശ്രദ്ധിച്ചത്. പക്ഷേ ഞാനതിൻ്റെ ഗവേഷണം മുൻപോട്ട് കൊണ്ടുപോയപ്പോൾ എനിക്ക് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയതായിരുന്നു ഈ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംശയദാർത്ഥം കണ്ടെടുക്കുക എന്നുള്ളത്. അത് ബാംഗ്ലൂരിലെ ഒരു ലൈബ്രറിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. അപ്പോൾ അത് ഡിജിറ്റൈസ് അച്ചടിച്ചത് റോമിൽ അച്ചടിച്ച പുസ്തകം. അപ്പോൾ അത് ഡിജിറ്റൈസ് ചെയ്ത് പുറത്ത് വിട്ടപ്പോൾ അതെനിക്ക് പ്രത്യേക ഒരു സന്തോഷം തന്ന ഒരിതായിരുന്നു എടുത്തു പറയാവുന്ന. അപ്പോൾ ആ വിധത്തിൽ ഈ തുടക്കത്തിന് എൻ്റെ ഒരു ശ്രദ്ധ അതായിരുന്നു. ആദ്യം കേരളത്തിൽ അച്ചടിച്ചത്, ആദ്യം ഇന്ത്യയിൽ അച്ചടിച്ചത്, ഇതൊക്കെ ഡിജിറ്റൈസ് ചെയ്ത് പുറത്ത് വിടുക. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ. ഇത് സംശയവേദാർത്ഥം 1772. അതാണോ ഏറ്റവും പഴയ രേഖ? അല്ല, അച്ചടിച്ച രേഖയാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടോ. അതെ അതെ. ഏറ്റവും പഴയ രേഖ ഏതാണ്? അത് നമ്മള് താളിയോല. അതന്നെ, അത് ട്യൂബിങ്ങിലെ ഗുണ്ടർട്ട് ശേഖരൻ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ അതിൽ ഒരു 16-ാം നൂറ്റാണ്ടിലെയും 17-ാം നൂറ്റാണ്ടിലെയും താളിയോലകളും കടലാസിൽ എഴുതിയ മാനുസ്ക്രിപ്റ്റുകളും ഒക്കെ അദ്ദേഹം തന്നെ എഴുതിയതുണ്ട്. അദ്ദേഹം എഴുതിയ, പിന്നെ അദ്ദേഹം ഇവിടുന്ന് കളക്ട് ചെയ്ത്, കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത രേഖകളും. അപ്പൊ അതായത് ഏറ്റവും പഴയതെന്ന് പറയാവുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിന് സഹായകമായതും ഇത് സാക്ഷാത്കരിക്കാൻ വഴിയൊരുക്കിയതും ഇതിന്റെ ഈ പുതിയ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളാണ്. തീർച്ചയായും
അപ്പോൾ അതിൽ ജിസോയും കൈലാഷും രണ്ടുപേരും ഈ ടെക്നിക്കൽ അല്ലേ, ഈ സോഫ്റ്റ്വെയറും ഇതുപോലത്തെ സാങ്കേതിക, എനിക്ക് വലിയ വിവരമില്ലാത്ത കാര്യമാണ് ഞാൻ അതിൽ കൂടുതൽ പാചകം പഠിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഇത് സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും വലിയ സഹായകമായ അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതെന്തായിരുന്നു എന്നുള്ളത് ജിസു, ഒരു 20 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം നടക്കുമായിരുന്നു? 20 അല്ല, ഒരു 25 വർഷം മുമ്പ്? ഇല്ല, ഉറപ്പായിട്ടും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞാൻ ഈ ഷിജുവിൻ്റെ വർക്കുകൾ ആദ്യം മുതലേ, ഷിജു പറഞ്ഞ 2009-10 മുതലേ ഷിജുവിൻ്റെ ഈ മലയാളം ബ്ലോഗിങ്ങിൽ ഷിജു ആക്റ്റീവായിരുന്നു. അപ്പം മുതലേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഷിജു ഏറ്റവും സന്തോഷം നിറഞ്ഞ മൊമെൻ്റ് എന്ന് പറഞ്ഞ് ഈ സംശയവേദാർത്ഥത്തിൻ്റെ റിലീസാണ് ഈ പ്രൊജക്റ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സംഭവം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷിജു അത് സംശയവേദാർത്ഥം നിങ്ങൾ തമ്മിൽ ഞാൻ അതിനു മുമ്പ് ഒരു എന്താ പറയണ്ട ഒരു സൈലൻറ്റ് ഫോളോവർ ആയിരുന്നു ഷിജുവിൻ്റെ. ഷിജു റിലീസ് ചെയ്യുന്ന PDF ഡോക്യുമെൻ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വെക്കും, മിണ്ടാതിരിക്കും. പക്ഷേ സംശയവേദാർത്ഥം റിലീസ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം വാവ്, ഇതെന്താണ് ഈ സംഭവം? അതായത് 1770കളിൽ ഒരാൾ റോമിൽ നിന്ന് ഇവിടെ വരുന്നു, 4 കൊല്ലം കൊണ്ട് മലയാളം പഠിക്കുന്നു. അന്ന് ഇവിടെ ആ അച്ചു വാർക്കാനുള്ള സാങ്കേതികവിദ്യ ഇവിടെ ആർക്കും അറിയില്ല. പുള്ളി തിരിച്ച് കപ്പൽ കയറി റോമിൽ പോകുന്നു, 3 വർഷം എടുത്ത് അച്ചുണ്ടാക്കുന്നു, 50 60 അല്ലോ 100 ബുക്കുകൾ അടിക്കുന്നു. ആ ബുക്കുമായിട്ട് 6 കൊല്ലത്തിന് ശേഷം പുള്ളി തിരിച്ചു വരുന്നു. അതൊരു പാട്ട്. അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലങ്ങൾക്ക് 200 കൊല്ലങ്ങൾക്ക് ശേഷം മറ്റൊരു വ്യക്തി, അത് ബാംഗ്ലൂരിലെ അതും കേരള ഒന്നുമല്ല, ബാംഗ്ലൂരിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് അതിൻ്റെ അന്നടിച്ച 50 അല്ലെങ്കിൽ 100 കോപ്പിയിൽപ്പെട്ട ഒരു കോപ്പി കണ്ടെടുക്കുന്നു. ധർമാരാമൻ അത് കണ്ടെടുക്കുന്നു, അത് ഡിജിറ്റൈസ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് പുറത്തിറങ്ങുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി എനിക്ക് മനസ്സിലാകുകയും ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഷിജുവായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ സാറ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഉറപ്പായിട്ടും സാങ്കേതികവിദ്യയുടെ, അതായത് ഇത് വെറുമൊരു നമ്മൾ സെറോക്സ് പോയി ഫോട്ടോ കോപ്പി എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന പോലെ അല്ല. ഷിജുവിൻ്റെ ആദ്യം മുതലേ ഷിജുവിന് അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സുകൾ ഇല്ലാതിരുന്ന കാലത്ത് പോലും ഷിജു അതിൻ്റെ ക്വാളിറ്റിയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതായത് ഷിജു ഇത് വെറുതെ ഒന്നെടുത്ത് എല്ലാവർക്കും ഇതല്ല, ഇതൊരു ഡിജിറ്റൽ പ്രിസർവേഷനും കൂടിയാണ്. അതായത് ഷിജു ചെയ്യുന്ന സ്കാനുകൾ ഒരു ഡിജിറ്റൈസേഷൻ മാത്രമല്ല, ഒരു ഡിജിറ്റൽ പ്രിസർവേഷൻ കൂടിയാണെന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ്, അതിൻ്റെ ബുക്കിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ, അതായത് നാളെ ഈ അച്ചടിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ കടലാസിനെ പറ്റിയോ, ആ കടലാസ് ഉപയോഗിച്ച മഷിയെ പറ്റിയോ, അതിൻ്റെ ഉപയോഗിച്ച ഫോണ്ടിനെ പറ്റിയോ, എഴുത്തിനെ പറ്റിയോ ഒക്കെ ആർക്കെങ്കിലും റിസർച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഹൈ ക്വാളിറ്റി സ്കാനുകളായിരുന്നു ഷിജു പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അത് പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ അതിനുള്ള സ്പെഷ്യലൈസ്ഡ് മെഷീൻസുകൾ ഉണ്ടായി, അതൊക്കെ നമ്മൾ വാങ്ങി അത് ഉപയോഗിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. അതുപോലെ ഈ ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഓൺലൈനിലൂടെ എന്താ പറയണ്ടേ, എല്ലാവർക്കും കാണാൻ പറ്റുന്നത് നമ്മളും പുരോഗമിച്ചു. അതായത് നമുക്ക് 4G 5G ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈനായിട്ട് വ്യൂ ഒക്കെ ചെയ്യാൻ സാധിച്ചിരുന്നത്. അപ്പോൾ സാറിൻ്റെ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് 10 അല്ല, ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ പോലും ഇത് ഈ രീതിയിൽ സംഭവിക്കില്ലായിരുന്നു സാർ. ഈ കൈലാഷ്, ഈ ഓളം എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളം തർജ്ജമ നോക്കുന്ന എല്ലാവർക്കും ആദ്യം എത്തുന്നത് അവിടെയാണ്. ഓളത്തിൻ്റെ തുടക്കം കൂടെ അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഈ ആദ്യം ഷിജു ഇതെല്ലാം ഡിജിറ്റൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത് അല്ലേ, അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ യന്ത്രങ്ങൾ വന്നു, പുതിയ സാങ്കേതിക വിദ്യ വന്നു എന്നുള്ളത്, എങ്ങനെ പുതിയ തരത്തിലുള്ള സോഫ്റ്റ്വെയറോ എന്താണ് മലയാളം എന്ന് പറയുന്ന അക്ഷരം ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ എങ്ങനെ കടന്നുപോയി എന്നൊക്കെയുള്ള ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം. എന്താണ് സാങ്കേതികമായിട്ട് എങ്ങനെയാണ് ഇത് മാറ്റം വന്നത്? ഈ ഷിജുവിൻ്റെ ക്യാമറ വെച്ചുള്ള ഫോട്ടോ എടുക്കലിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? 2009-10 കാലഘട്ടത്തിൽ ഷിജു ചെയ്യുന്ന കാലത്ത് അന്നും സ്കാനറുകളുണ്ട്. നമ്മൾ DTP സെൻറ്ററിൽ കാണുന്ന പോലെ ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത്, ഇങ്ങനെ വലിയ അതിനെ മൂടി തുറന്നിട്ട് സ്കാൻ ചെയ്യുന്നത്, അങ്ങനത്തെ സ്കാനറുകൾ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ ഇന്നും ഉണ്ട്. അങ്ങനത്തെ ഫ്ലാറ്റ് ബെഡ് സ്കാനറുകളുടെ ക്വാളിറ്റിയും കൂടി വന്നിട്ടുണ്ട്.
പക്ഷേ ഇങ്ങനെ ജിസോ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേസർ സ്കാനിങ് സാങ്കേതിക വിദ്യയൊക്കെ ഇന്ന് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ബുക്കായി 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാനറാണ്. ഇതിൻ്റെ ഒരു യൂണിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ക്യാമറകൾ ഇപ്പം കളർ ബാലൻസ് എന്നൊക്കെ പറയാറില്ല. ഇപ്പോൾ നമ്മളൊരു ഇത്രയും സൂര്യപ്രകാശമുള്ള സമയത്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളുപ്പ് കൂടുതലായിരിക്കാം, വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറം കൂടാം. പക്ഷേ ഡിജിറ്റൽ പ്രിസർവേഷനിൽ അതൊക്കെ വലിയ ഘടകങ്ങളാണ്. നിറം മാറാൻ പാടില്ല. ഒരു കടലാസിന് ഇളം മഞ്ഞ നിറമാണെങ്കിൽ അത് അതേപോലെ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ പ്രകാശത്തിൻ്റെ കണ്ടീഷനുകളൊക്കെ കാലിബ്രേറ്റ് ചെയ്യുന്ന തരം നൂതനമായിട്ടുള്ള ലേസർ സ്കാനിങ് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബുക്കായി സ്കാനറിൽ തന്നെ ഒരു ക്യാമറ പോലെ അല്ല അത് പ്രവർത്തിക്കുന്നത്. ആദ്യം 2 ലേസർ ബീം വരുന്നു. അത് പുസ്തകത്തിൻ്റെ വ്യാപ്തി, ക്യാമറ സെൻസറും പുസ്തകമായിട്ടുള്ള ആ ഒരു ദൂരം അതെല്ലാം കണക്കിലെടുത്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള കളർ കാലിബ്രേഷനും ചുറ്റുവട്ടത്തിലുള്ള വെളിച്ചത്തിൻ്റെ കാലിബ്രേഷനും ചെയ്തതിന് ശേഷമാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത് അതേപടി. ഇപ്പോൾ നമ്മളൊരു ക്യാമറയിൽ ക്ലിക്ക് ചെയ്താലും ഒരു ലേസർ സ്കാനർ വഴി ചെയ്ത് കഴിഞ്ഞാലും ഉള്ള മാറ്റം ഭയങ്കരമാണ്. അപ്പം പുറത്തുള്ള കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നില്ല. അപ്പം ഷിജു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫ്ലാറ്റ് ബെഡ് സ്കാനറിലാണ്. എനിക്ക് 2019 കാലഘട്ടത്തിൽ അത് കുറച്ചും കൂടി വലിയൊരു ഫ്ലാറ്റ് ബെഡ് ക്വാളിറ്റിയുള്ള സ്കാനറിലേക്ക് മാറി. അപ്പം അതിൽ നിന്ന് പുരോഗമിച്ച് ഇന്നിപ്പോൾ ലേസർ സ്കാനറിൽ എത്തി നിൽക്കുന്നു. അപ്പം നമ്മളെ അറിവിൽ കേരള സർക്കാരിൻ്റെ കയ്യിലും ബുക്കായി 5 ഒരുപാട് യൂണിറ്റുകളുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ കയ്യിലുണ്ട്. അപ്പം പല വിധത്തിലുള്ള പല പ്രോജക്റ്റുകളും പല സാങ്കേതിക വിദ്യകളുമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കർണാടകയിലെ ഒരു കന്നഡ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് അവരെ നമുക്ക് അറിയാം നന്നായിട്ട്. അവർ ലക്ഷക്കണക്കിന് പേജുകളാണ് ഡിജിറ്റൈസ് ചെയ്യുന്നത്. പക്ഷെ അവരെ ഫോക്കസ് പ്രിസർവേഷൻ അല്ല, അവർക്ക് അതിലുള്ള നോളജ്, ജ്ഞാനം, ടെക്സ്റ്റ് എടുത്ത് ഡിജിറ്റൈസ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് നിറം, വ്യാപ്തി, അതിൻ്റെ ടെക്സ്ചർ വിഷയമല്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് വേറെ തന്നെ ഒരു തരം ഡിജിറ്റൈസേഷൻ. നമ്മൾ ഫോക്കസ് പ്രിസർവേഷനും കൂടിയാണ്. അപ്പം പിന്നെ വലിയൊരു മാറ്റം വേറെ വന്നിരിക്കുന്നത് നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ രേഖകൾ മുഴുവൻ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിൽ സെർച്ച് ചെയ്യാം, ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യാം, രേഖകൾ ഇൻഡെക്സ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ടെക്നോളജികൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഗ്രന്ഥപുര ഇന്ന് പ്രവർത്തിക്കുന്നത്. ഓളം 2010 കാലഘട്ടത്തിലാണ് ഓളത്തിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. 2010 ആദ്യമായിട്ട് ഓളം പുറത്ത് വരുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്ന കാലത്ത് മലയാളം വാക്കുകളെ, ഇംഗ്ലീഷ് വാക്കുകളെ മലയാളം അർത്ഥം തിരയുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന 2-3 നിഘണ്ടുകളെ, അതിനൊരു ലേ ഔട്ട്, അതിന് പ്രസൻറ്റേഷൻ അതെനിക്ക് തീരെ പിടിക്കില്ലായിരുന്നു. നിറയെ പരസ്യങ്ങൾ, ഒരു ഇംഗ്ലീഷ് വാക്ക് ഇവിടെ, ഒരു 10-20 പരസ്യങ്ങൾ, അതിൻ്റെ അടിയിലൊരു മലയാളം അർത്ഥം. അപ്പോൾ ഭയങ്കര അമർഷം തോന്നി. ആ അമർഷത്തിൽ നിന്നാണ് ഓളം ഉണ്ടാവുന്നത്. ആദ്യത്തെ ഒരു 5000-10,000-ഓളം വാക്കുകൾ ഞാൻ തന്നെ തപ്പിയെടുത്ത് ഇംഗ്ലീഷ് മലയാളം ഞാൻ എൻ്റർ ചെയ്തു. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിപ്പിടിച്ച വേർഡ് ലിസ്റ്റുകൾ, സിനോണിംസ് ഒക്കെ ഉള്ള വേർഡ് ലിസ്റ്റുകൾ കൂട്ടിച്ചേർത്തു. പിന്നെ ഓളം ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഷിജു പറഞ്ഞ പോലെ അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ സാധ്യത മനസ്സിലാവുന്നത്, ഇത്രയും വലിയൊരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ ആൾക്കാർ അയക്കാൻ തുടങ്ങി വാക്കുകളും തിരുത്തുകളും. അങ്ങനെ ക്രൗഡ് സോഴ്സ്ഡ് ഡിക്ഷണറി ആയി മാറി ഓളം. ഇന്നിപ്പം 1.5 ലക്ഷത്തോളം വാക്കുകളുണ്ട് ഇംഗ്ലീഷ് മലയാളം. പിന്നെ ദത്തുക്ക് KJ ജോസഫ് ഡിജിറ്റൈസ് ചെയ്ത മലയാളം ചേർത്തപ്പോൾ അത് 2.5 ലക്ഷത്തോളം മലയാളം വാക്കുകളായി. ഇതിപ്പം ഓളത്തിൻ്റെ 14ാം വർഷമാണ്. എല്ലാ മാസവും 25ഓളം ലക്ഷം മലയാളികൾ ഓളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓളത്തിനെ പറ്റി വേറൊരു സെഷൻ ഉണ്ട്, അതിൽ നമുക്ക് വലിയൊരു പ്രഖ്യാപനം നടത്താനുണ്ട്. അപ്പം ഓളം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓളത്തിലെ ഡേറ്റ മുഴുവൻ ഓപ്പൺ ഡേറ്റയാണ്. ആർക്കും എടുക്കാം, അവർക്ക് അവരുടേതായ നിഘണ്ടു നിർമ്മിക്കാം, റിസർച്ചിന് ഉപയോഗിക്കാം, എന്തും ചെയ്യാം. നമ്മളെ ഗ്രന്ഥപുരയിലുള്ള എല്ലാ രേഖകളും പൊതുസഞ്ചയത്തിലുള്ള പോലെ ഓളം ഒരു പൊതുസഞ്ചയ നിഘണ്ടുവാണ്. ഷിജു, ഇതിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല ഇത്. കാരണം ഇതൊരു പഴയ കാലത്തെ പുസ്തകങ്ങളായതുകൊണ്ട് ഈ കോപ്പിറൈറ്റ് മുതലായ നിയമങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബാധിക്കുമോ? ഏതെങ്കിലും രീതിയിൽ? അതോ ഇതെല്ലാം പഴയതായതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല, അത് എവിടെയെങ്കിലും ഇതൊരു ഇഷ്യൂ ആണ്? കോപ്പിറൈറ്റ് തീർച്ചയായിട്ടും ഈ ഡിജിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശ്രദ്ധ ഇന്ത്യൻ കോപ്പിറൈറ്റ് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഉള്ള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം 60 വർഷത്തിന് മുമ്പുള്ള രേഖകൾ, അല്ലെങ്കിൽ പിന്നെ ഈ
പൊതുവായ രേഖകൾ, ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന പൊതുവായ രേഖകൾ, പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത, പിന്നെ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത കാലത്ത് മരിച്ചു പോയവരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഞങ്ങളെ സമീപിച്ചിട്ട് അവരുടെ രചനകൾ സ്വതന്ത്ര ലൈസൻസിലാക്കി ഡിജിറ്റൈസ് ചെയ്യാൻ സമീപിക്കാറുണ്ട്. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള രേഖകളാണ് ഞങ്ങൾ ഡിജിറ്റൈസ്. അല്ലാതെ ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഈ അടുത്ത വർഷങ്ങളിലെ രേഖകളൊന്നും ഞങ്ങൾ പൊതുവെ ഡിജിറ്റൈസ് ചെയ്യാറില്ല. കുറച്ച് ഒരു 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷം മുമ്പാണ്, 2 വർഷമോ 1 വർഷമോ എനിക്ക് ഓർമ്മയില്ല, ഈ ഷിജു ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ ഷിജുവിനെ വിളിച്ച് ആദ്യമായിട്ട് സംസാരിച്ചതൊക്കെ, നമ്മളിത് വിഷയം പരിചയപ്പെടുന്നതൊക്കെ അപ്പോഴാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ഒരു അപാരമായ അമൂല്യമായ സംഭാവന ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ചില വലിയ ബുദ്ധിമുട്ടുകൾ, ഏറ്റവും ഉദാഹരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു ടെക്നിക്കൽ റൈറ്ററായി പ്രവർത്തിച്ചിരുന്ന ഷിജു ഇത്ര മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും വലിയ ഒരു മെഗാ പ്രോജക്റ്റ് ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയം മുതൽ ഇതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഭാരവും ഷിജുവിന് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം, ഒരു സുപ്രഭാതം ഷിജു എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്, ഇത് മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഒരുപാട് പേർക്ക് സന്തോഷമാണ്, അവർക്കെല്ലാം അതിന് ഉപയോഗമുണ്ടെന്നുള്ളതെല്ലാം വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇത് കുറച്ചെങ്കിലും താരതമ്യേന കുറവാണ് ചിലവ്, എന്നാലും ഒരു വ്യക്തിക്ക് താങ്ങാനാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഭാരം എത്തി എന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയിരുന്നു ഷിജു. അന്ന് ഇതെല്ലാം ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനവും നടത്തി. അതൊരു വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ ചർച്ചാ വിഷയമായി, അത് വലിയ സംഭവമൊക്കെ ആയിട്ട് എല്ലാവരും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായിരുന്നു അത്? അവിടെ നിന്ന് എങ്ങനെ കരകയറിയെങ്കിൽ എങ്ങനെയാണ്? അതെ, ഞാൻ 2021 ഡിസംബറിലാണ് ഇത് എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ മൊത്തം ബാധിക്കുന്ന വലിയൊരു പദ്ധതിയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ പോപ്പുലാരിറ്റി കൂടി വന്നപ്പോൾ എനിക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പല സ്ഥലത്തു നിന്ന് രേഖകൾ അയക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ ഒരു മുറി നിറച്ചും പുസ്തകങ്ങളായിരുന്നു ഡിജിറ്റൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, ഇനി ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം പക്ഷേ അത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ആദ്യം ഒരു 2-3 ആഴ്ച ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ പതുക്കെ ആളുകളൊക്കെ ശ്രദ്ധിക്കുകയും പലയിടത്തും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകൾ ആളുകൾ എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെയൊക്കെ കയ്യിലെത്തി. അപ്പോൾ ഒരു ലേഖനം സാറ് തന്നെയാണ് എഴുതിയത്, പിന്നെ ഹിന്ദുവിൽ എഴുതി, പിന്നെ മണി കൺട്രോൾ, അങ്ങനെ പല സ്ഥലത്തായിട്ട് വാർത്തകൾ വന്നു. അപ്പോൾ അങ്ങനെ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പലരും, പ്രത്യേകിച്ച് വിദേശ മലയാളികളൊക്കെ സമീപിച്ചത് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഏത് വിധത്തിൽ സഹായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ, കൈലാഷും ജിസോയും കൂടെ ഒരുമിച്ച് വരികയും ഞങ്ങളൊന്ന് ചർച്ച ചെയ്തത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ തീരുമാനമെടുക്കുകയും പിന്നെ അതിനുള്ള പണികൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 2022 ജൂൺ ജൂലൈ ആയപ്പോഴേക്കും ഞങ്ങളൊരു നോൺ പ്രോഫിറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്തു. 2022 ഒക്ടോബർ 30 നമ്മൾ ബാംഗ്ലൂരിൽ വെച്ച് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി. അതിന് സാറും ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പം ധാരാളം പേര് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഇത് അങ്ങനെ ഒരു തുടർ സാധ്യത ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ഈ നിങ്ങൾ 2-3 പേരുടെ വ്യക്തിപരമായിട്ടുള്ള സമ്പാദ്യവും ധനവും അല്ലാതെ ഇത് വാസ്തവത്തിൽ സർക്കാരുകൾ ഏറ്റെടുക്കേണ്ടതാണ്, സർവകലാശാലകൾ ഏറ്റെടുക്കേണ്ടതാണ്, കേരള സമൂഹം മുഴുവനോടെ ഏറ്റെടുക്കേണ്ട ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ ഇത്രയും വലിയ കാരണം ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളുടെ സഹായം ഇനിയെങ്കിലും വന്നിട്ടുണ്ടോ? ഷിജു പറഞ്ഞ പോലെ ഷിജു അങ്ങനെ പ്രഖ്യാപനം നടത്തി, അങ്ങനെ ഒത്തിരി പേര് മുന്നോട്ട് നിന്നു പോകരുതെന്ന് പറഞ്ഞ്, അപ്പോൾ ഏകദേശം ഒരു 10-15ഓളം പേര് തന്ന ഒരു സ്ഥാപക തുക കൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോഴും ഇന്നും ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള
സാമ്പത്തികം കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ഉള്ള സഹായം വളരെ തുലവും കുറവാണ്. ഈ കയ്യിൽ പോലും എണ്ണാൻ പറ്റില്ല സഹായിക്കുന്ന ആൾക്കാരുടെ എണ്ണം. അപ്പം ഈ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സർവകലാശാലകളൊക്കെ ചെയ്യേണ്ട പരിപാടികളാണ്. ഞങ്ങൾ അവരുമായിട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറുമാണ്. നമ്മുടെ റിലീസ് ചെയ്ത പല രേഖകളും അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ റിസർച്ചുകാർ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങൾ വരുമ്പം വളരെ പുറകോട്ടാണ്. ഞങ്ങളിപ്പോഴും വളരെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ആ സഹായം. അപ്പം ഓരോ ദിവസം പുലരുമ്പം അടുത്തത് എന്താണെന്നുള്ളത് ചിന്തയുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തോടുള്ള ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. വാസ്തവത്തിൽ ഇത് ഈ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് മുമ്പിൽ ചില മാതൃകകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പി കെ രാജശേഖരൻ ഇവിടെ ഉണ്ടായിരുന്നു പോയിരുന്നു. രാജശേഖരൻ എഴുതിയ ഒരു കഥയുണ്ട്, ശബ്ദധാരാവലി തയ്യാറാക്കിയ ശ്രീകണ്ഠേശ്വരത്തിനെ കുറിച്ച്. ശ്രീകണ്ഠേശ്വരം അതിനകത്ത് അദ്ദേഹം വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പെട്ടുമാണ് ഇത്രയും വലിയ സംഭാവന ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ശബ്ദധാരാവലിയിൽ സുഖം എന്നൊരു വാക്കുണ്ട്. ആ സുഖം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ സുഖം എന്ന് പറയുന്നത് അനുഭവിക്കാൻ ഒരു അവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു അപ്പോൾ ഇങ്ങനെയുള്ള സ്വയം ഇതിനു വേണ്ടി ജീവിതം അർപ്പിക്കുന്ന മനുഷ്യർ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സമൂഹം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇപ്പോൾ വാസ്തവത്തിൽ ഗവൺമെൻറ്റുകളുടെ സർവകലാശാലകളുടെയൊക്കെ ബജറ്റിൻ്റെ ഒരു ചെറിയ ഒരു സൂക്ഷ്മാംശം പോലും വേണ്ട ഇതുപോലെ ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ. പക്ഷേ എന്നിട്ടും നമ്മുടെ സർക്കാരുകളോ ഒന്നും ഇതിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ സർവകലാശാലകൾ തയ്യാറാവുന്നു. ഞാൻ വാസ്തവത്തിൽ ആ സമയത്ത് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മുടെ മലയാളികളായ 2 ശതകോടീശ്വരന്മാരെ ബന്ധപ്പെട്ടു. അതായത് ഫോബ്സ് ലിസ്റ്റിലൊക്കെ ഉള്ള 2 ശതകോടീശ്വരന്മാർ. അതിൽ ഒരാൾ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ പ്രവർത്തന മേഖലയായിട്ട് ഇത് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു രീതിയിൽ സഹകരിക്കാൻ വയ്യ. മറ്റൊരു ശതകോടീശ്വരൻ്റെ പറഞ്ഞത്, ഞാൻ നോക്കാം, സഹായിക്കാം. പക്ഷേ വാസ്തവത്തിൽ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ചെറിയ, എന്തുകൊണ്ടോ മലയാളിക്കാണ് ഇപ്പോൾ പറഞ്ഞ പോലെ വിദേശത്തൊക്കെയാണ് എത്രയോ ട്രസ്റ്റുകൾ, എത്രയോ ഫൗണ്ടേഷനുകൾ മുന്നോട്ട് വരുന്നു, സ്വകാര്യ ട്രസ്റ്റുകൾ, സ്വകാര്യ ഫൗണ്ടേഷനുകൾ, സർവകലാശാലകൾ. ഇവിടെ നമ്മൾ ഈ കേരളം ഇതുപോലെ സാക്ഷര സംസ്ഥാനം, ഇതുപോലെയുള്ള വലിയ പശ്ചാത്തലവും ചരിത്രവും ഒക്കെയുള്ള സംസ്ഥാനത്ത് പോലും സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും ഇതുപോലൊരു കാര്യത്തിന് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യജനകമാണ്. ഇതും കൂടെ സമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സഹായം സംഘടിപ്പിച്ച് തരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ല. പക്ഷേ മലയാളി, ഞാനും ഇവിടെ എല്ലാവരും ഒക്കെ അടങ്ങുന്ന മലയാളി സമൂഹം ഇതിൽ കുറ്റവാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലുള്ള ഈ പറഞ്ഞ പോലെ 3,300,ഓളം രേഖകളിൽ നിന്ന് 3,00,000 താളുകൾ ഇതിനകം ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിലുള്ള പുതിയ പദ്ധതികൾ, പുതിയ പ്ലാനുകൾ, പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? തുടങ്ങാം. ഈ 3000-ൽ പരം ഡിജിറ്റൈസ് ചെയ്ത രേഖകൾ അത് 30,000 ആക്കണം. അതിൻ്റെ കളക്ഷൻ്റെ വ്യാപ്തി കൂട്ടണം. ഞങ്ങളെ പ്രധാനപ്പെട്ട പ്ലാനുകൾ അത് തന്നെയാണ്, മൈൽ സ്റ്റോൺ. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഉള്ള ഏക സ്കാനിങ് യൂണിറ്റ് ഇപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പം നാട്ടിൽ നിന്നുള്ള രേഖകൾ ബാംഗ്ലൂരിൽ എത്തിക്കുക, അവിടുന്ന് സ്കാൻ ചെയ്ത് തിരിച്ചയക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നാട്ടിൽ യൂണിറ്റുകൾ തുടങ്ങണം. അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളുകൂടെ സഹകരിക്കാൻ, യൂണിറ്റുകൾ നടക്കാൻ, സ്കാനിങ് സെൻറ്ററുകൾ നടത്താൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനുകൾ എന്ന് പറയുന്നത് തന്നെ ഇപ്പമുള്ള പ്രവൃത്തികളെ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സാങ്കേതികമായിട്ട് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്ന രേഖകൾക്ക് ഉള്ളിൽ സെർച്ച് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് 10-70 വർഷം മുൻപുള്ള ലിപി രൂപങ്ങളൊന്നും OCR ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അതിനുള്ള സാങ്കേതിക വിദ്യകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്ന എല്ലാ രേഖകളും 300 വർഷം പഴക്കമുള്ളതാണെങ്കിലും 50 വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കണം. അതാണ് സാങ്കേതികമായിട്ടുള്ള പ്ലാനുകൾ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം ചെയ്യുന്നത് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ പബ്ലിക് സ്ഫിയറിലാണ്, പൊതു ഇടത്താണ് ഇതെല്ലാം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ തിരഞ്ഞ് പരിധി എടുക്കാൻ പറ്റും എന്നുള്ളതാണോ? അതോ എന്തെങ്കിലും തടസ്സങ്ങൾ, ഏതെങ്കിലും രീതിയിൽ സാങ്കേതികമായിട്ടുള്ള അറിവ് വേണമെന്നോ, അല്ലെങ്കിൽ മിനിമം ബേസിക് ആയിട്ടുള്ള അറിവ് വേണമെന്ന് മനസ്സിലാക്കാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള വല്ല തടസ്സങ്ങളും ഇതിൻ്റെ മുന്നിലുണ്ടോ? ആൾക്കാർ, അതൊരു സാധാരണ മനുഷ്യൻ ഇതിപ്പോൾ നിങ്ങളുടെ ഗന്ധപുര എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം അവൈലബിൾ ആണ്.
തീർച്ചയായും അത് രേഖകളെ ലഭ്യതയ്ക്ക് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ ഏതൊരു വെബ്സൈറ്റും ഉപയോഗിക്കുന്ന പോലെ, ഇപ്പം മാതൃഭൂമി ന്യൂസിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന പോലെ ഗ്രന്ഥപുരേൻ്റെ വെബ്സൈറ്റിൽ പോകാം. അവിടെ തരംതിരിച്ച കാറ്റഗറികളുണ്ട്, അതുവഴി ബ്രൗസ് ചെയ്യാം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഫോണറ്റിക്കലി നമുക്ക് ടൈപ്പ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇപ്പോൾ രേഖകൾ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടില്ല, രേഖകൾ കാറ്റഗറികൾ വഴി ബ്രൗസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ രേഖകൾക്ക് ഉള്ളിലുള്ള ടെക്സ്റ്റ് സെർച്ച് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതാണ് അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ രേഖകൾ എടുക്കാനോ വായിക്കാനോ തിരഞ്ഞുപിടിക്കാനോ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ചെയ്യാം. gpura.org ഗ്രന്ഥപുരേൻ്റെ ചെറിയ രൂപമാണ്. gpura.org പോയി കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ എല്ലാ രേഖകളും വളരെ എളുപ്പം വായിക്കാം. ഷിജുവിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, തീർച്ചയായിട്ടും ഇതുമായിട്ട് നിങ്ങളെല്ലാവരും 3 പേരും ഒന്നിച്ചാണ്, അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം. പക്ഷേ അതല്ലാതെ ഏതെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം, സ്വപ്ന പദ്ധതി, ഏതെങ്കിലും ഒരു സംഗതിയും കൂടെ പോകാൻ മനസ്സിലൊരു പ്ലാൻ ഉണ്ടോ? അല്ല, ഇതിപ്പം നമുക്ക് പെട്ടെന്ന് നടക്കേണ്ട സംഗതികൾ കേരളത്തിൽ കുറഞ്ഞതൊരു 2 ഡിജിറ്റൈസേഷൻ സെൻ്ററുകളും തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് എൻ്റെ ഒരു എങ്കിൽ മാത്രമേ ഇത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സെന്റേഴ്സ് ഫിസിക്കൽ സൗകര്യങ്ങളോടുകൂടി. കാരണം ഈ ഇപ്പോൾ നിലവിലെ പ്രശ്നം പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം. എന്നാൽ ബാംഗ്ലൂരിലെ പദ്ധതി നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സ്ഥിതിയിലല്ല. കാരണം ഞങ്ങളിപ്പോൾ ഡിജിറ്റൈസേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്ന ധർമാരാം കോളേജിൽ ഏതാണ്ട് 10,000-ൽ പരം കേരള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് തീർക്കാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ബാംഗ്ലൂരിലെ പ്രവർത്തനം നിർത്താൻ പറ്റില്ല. മാത്രമല്ല ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ഒരു സ്വഭാവം തന്നെ ഈ കേരളത്തിലുള്ള രേഖകൾ മാത്രം ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളതല്ല. കേരളത്തിന് പുറത്തു പോയ മലയാളികൾ അതാത് സ്ഥലങ്ങളിലെല്ലാം അവരുടെ അവശേഷിപ്പുകളുണ്ട്. ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ മലയാളികളുടെ ധാരാളം രേഖകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളൊക്കെ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ ബാംഗ്ലൂർ മാത്രമല്ല, മലയാളികൾ പോയ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉള്ള മലയാളി രേഖകളൊക്കെ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ തുടങ്ങുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കേരളമാണല്ലോ. അപ്പോൾ 2 ഡിജിറ്റൈസേഷൻ സെൻ്ററിലും തുടങ്ങണം. പിന്നെ രേഖകൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഡിജിറ്റൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങളൊരു മൊബൈൽ ഡിജിറ്റൈസേഷൻ യൂണിറ്റും ആലോചിക്കുന്നുണ്ട്. അപ്പം ഇത് 3ഉം നടങ്ങി പിന്നെ ആ പ്രവർത്തനങ്ങൾ തുടങ്ങുകയുള്ളതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കേണ്ട ഒരു പദ്ധതി. ഈ അന്താരാഷ്ട്ര സർവകലാശാലകളായ ഹാർവാർഡും ഓക്സ്ഫോർഡും ഒക്കെ ഇത് നിങ്ങളുടെ ഗ്രന്ഥപുര അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത രീതിയിലുള്ള അവരൊക്കെ ആയിട്ടുള്ള വല്ല സഹകരണങ്ങളോ അങ്ങനത്തെ സാധ്യതകൾ വല്ലതും പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ പറയുന്ന ഹാർവാർഡും ഓക്സ്ഫോർഡും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ അതത് ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ അവിടുത്തെ പ്രൊഫസർമാരെയും ഒക്കെ നമുക്കറിയാം, ഞങ്ങളായിട്ട് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ട്യൂബിംഗൻ സർവകലാശാലയിലെ പ്രൊഫസർമാരെയൊക്കെ നമുക്ക് നേരിട്ട് പേഴ്സണൽ കണക്ഷനുള്ളത്. അപ്പം അങ്ങനെയാണ് ട്യൂബിംഗൻ ഗുണ്ടഡ് ലെഗസി പ്രോജക്റ്റ് തന്നെ നടന്നത്. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ നിയമം വെച്ചിട്ട് അങ്ങനെ നേരിട്ട് അവിടുന്ന് അവർക്ക് ഇടപെടാനോ അല്ലെങ്കിൽ നമുക്ക് സഹായങ്ങൾ തരാനോ പറ്റത്തില്ല. അപ്പം അങ്ങനെ അതൊരു പരിമിതിയാണ്. അപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ അതിനുള്ള സഹായങ്ങൾ കിട്ടണം. പക്ഷേ നമുക്ക് ഈ ഗ്ലോബലായിട്ടുള്ള ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ജിസോ, ഈ മലയാള ഭാഷയ്ക്ക് മാത്രമായ വളരെ സവിശേഷമായിട്ടുള്ള ഏതെങ്കിലും ചലഞ്ച്, ഈ പുതിയ ടെക്നോളജിയുമായിട്ട് കോമ്പാറ്റബിൾ അല്ലാത്ത ഏതെങ്കിലും, അല്ലെങ്കിൽ അതിനിപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജിന് പറ്റുന്ന ചില സൗകര്യങ്ങൾ മലയാളത്തിന് ബുദ്ധിമുട്ടുള്ള, മലയാളത്തിൽ പറ്റാത്ത, മലയാള രേഖകൾ ഇങ്ങനെ ശേഖരിക്കാനും ഡിജിറ്റൈസ് ചെയ്യാൻ മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് മലയാളത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? അത് കൈലാഷൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നമാണ്. അതായത് നമ്മുടെ ലിപി രൂപാന്തരീകരണം വലിയൊരു വിഷയമാണ്. ഇപ്പം ഇംഗ്ലീഷ് രേഖകളിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെല്ലായിടത്തും ഈ ഡിജിറ്റൽ പ്രിസർവേഷൻ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഇംഗ്ലീഷ് ലിപി ഒരു ലിപിയാണ് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പം അവർ ഡിജിറ്റൈസ് ചെയ്യുന്നു, അത് ഉടനെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതായത് അതിനകത്തുള്ള ടെക്സ്റ്റുകൾ എടുത്ത് ഗൂഗിൾ സെർച്ചോ സാധാരണ സെർച്ചോ ഇത് അതിനകത്ത് ഏത് ഭാഗങ്ങൾ വേണമെങ്കിലും ആൾക്കാർക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ മലയാളത്തിൻ്റെ ഒരു ചലഞ്ച് നമ്മുടെ ഈ ലിപി രൂപാന്തരീകരണം കാരണം. അതായത് നമുക്ക് ചതുര രീതിയിലുള്ള എഴുത്ത് മുതൽ ബെഞ്ചമിൻ ബെയ്ലി മാറ്റിയ വട്ടെഴുത്ത് മുതൽ പിന്നെ മറ്റുള്ള ലിപി മാറ്റങ്ങൾ എല്ലാം കാരണം
നമുക്കൊരു കോമൺ സോഫ്റ്റ്വെയർ വെച്ച് എല്ലാ രേഖകളും, അതായത് ഇപ്പം ഒരു 50-ന് ശേഷമുള്ള രേഖകളൊക്കെ ചെയ്യാനുള്ള സാങ്കേതികവിദ്യ ഇപ്പോഴുണ്ട്. ഇപ്പോഴത്തെ പുതിയ പിന്നെ ഗൂഗിൾ സാങ്കേതികവിദ്യയോ അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് ആ ടെക്സ്റ്റുകളൊക്കെ ഈ ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പോട്ടുള്ള പുസ്തകങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഇപ്പം ഇവിടെ കണ്ട പിന്നെ 1700-കളിലെയും 800-കളിലെയും രേഖകളൊക്കെ ചെയ്യുമ്പം അത് വരുന്നില്ല. അത് വേറെ ആരും സോൾവ് ചെയ്യാൻ പോകുന്നില്ല. ആ പ്രശ്നം നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യണം. കാരണം അത് അവരുടെ ഒന്നും പ്രശ്നമല്ല, നമ്മുടെ മാത്രം പ്രശ്നമാണ്. അപ്പം അത് ഉറപ്പായിട്ടും അത് പരിഹരിക്കപ്പെടണം. അതിലേക്ക് പിന്നെ റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരാഗ്രഹം. റിസർച്ച് ചെയ്ത് അത്, അതായത് നമ്മുടെ എല്ലാ ലിപി രൂപാന്തരീകരണങ്ങളും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് അത് പിന്നെ അതിൽ നിന്ന് എല്ലാ രേഖകളിൽ നിന്നും ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു OCR, മലയാളം OCR ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ വട്ടെഴുത്തും കോലെഴുത്തും ഒക്കെ അതിൽ ശരിയാക്കാൻ പറ്റും. ശരിയാക്കണം. എന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. കാരണം അല്ലാതെ ഇത് ഉപകാരമില്ല. നമ്മളിപ്പം ഒരു കുറേ രേഖകൾ PDF ആക്കിയിട്ടിട്ട് ഇപ്പം നമ്മൾ കാണുമ്പം നമുക്ക് ഗൃഹാതുരത്വം ഉണരും. ആഹാ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകം അതോടെ തീർന്നു, ആ കവർ കണ്ടതോടെ ആ ഗൃഹാതുരത്വം തീർന്നു. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. അതിലുള്ള പാഠഭാഗങ്ങൾ പിന്നെ നമ്മൾ പഠിക്കണം. അപ്പം ഞാൻ ഒരു ബുക്ക്, എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ രാജ്യത്തുണ്ടായിരുന്നൊരു പാഠപുസ്തകമാണ്, ഒരു ഹിസ്റ്ററി ബുക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഈ പാലസ്തീൻ യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയും. അപ്പം അന്നത്തെ ഇസ്രായേൽ ഈ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അന്നത്തെ പെർസെപ്ഷൻ, അപ്പം നമ്മളൊക്കെ അത് വായിച്ച് അത്ഭുതപ്പെടും. ഇന്നൊന്നും നമ്മൾ അറിയുന്ന വിഷയമേ അല്ല അന്ന് നടന്നത്. അപ്പം അത് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ കവർ കണ്ട ആരും അതറിയുന്നില്ലല്ലോ, അകത്തുള്ള കാര്യം. അപ്പോൾ അതറിയണമെങ്കിൽ പാലസ്തീനെ പറ്റിയിട്ട് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ സാധനം വരണം, ഈ ബുക്ക് വരണം. അപ്പം അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ആദ്യകാലമുള്ള രേഖകൾ ഇത് ചെയ്തേ പറ്റൂ. അപ്പം അതിനുള്ള സാങ്കേതികവിദ്യ ഉറപ്പായിട്ടും ഡെവലപ്പ് ചെയ്യാമെന്നാണ്. നല്ല എഫേർട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ മായല്ല അന്നത്തെ മാ. അപ്പം അത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ ഈ ഡിജിറ്റൈസ് ചെയ്ത സാധനങ്ങളെല്ലാം, എല്ലാ ടെക്സ്റ്റുകളും തന്നെ സെർച്ചബിളായിട്ട് പബ്ലിഷ് ചെയ്താലാണ് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുക. ഇന്നല്ലെങ്കിൽ നാളെയുള്ള റിസർച്ചേഴ്സിന് ഭയങ്കര ഒരു അക്ഷയ ഖനിയായിരിക്കും ആ വിവരങ്ങൾ. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തെങ്കിലും ഇവരോട് ചോദിച്ചറിയാനോ മറ്റോ ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാൻ അവർ മറുപടി പറയും. എൻ്റെ ചോദ്യമല്ല, സത്യത്തിൽ അതൊരു എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിക്കൊരു താങ്ക്ലെസ് ജോബ് എന്ന് തന്നെ പറയണം. കാരണം ഇത് അത്രയധികമായൊരു ഡെഡിക്കേഷനും ഈ വ്യക്തിപരമായ ചില നഷ്ടങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തൊരു മൂല്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ജ്ഞാന നിക്ഷേപമാണ്. അപ്പോൾ അതിൻ്റെ ഫലം എങ്ങനെ, ഏത് കാലത്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ അധികാരികളൊക്കെ, ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഇപ്പോൾ ഇവിടെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എത്ര കോടി രൂപയാണ് മാസം ശമ്പളമായിട്ടും ഇതുമായിട്ടും ഒക്കെ അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് എമൗണ്ട് ഇതിവിടുത്തെ ഭരണാധികാരികൾ ഒന്ന് മനസ്സ് വെച്ചാൽ, ഒരു ബജറ്റ് അലൊക്കേഷൻ വെച്ചാൽ മതി. ഇവിടുത്തെ കേരളത്തിലെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള തനത് രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരു തുക മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ തുക സർക്കാരിൻ്റെ ബജറ്റിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ സർവകലാശാലകളുണ്ട്, നേരത്തെ MGR സാർ അതേക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻഡോമെൻറ്റ്സ്, പ്രൈവറ്റ് എൻഡോമെൻറ്റ്സ് ഉണ്ട്, സ്വകാര്യ സർവകലാശാലകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രതീക്ഷ അവരിലാണ്. ചില സ്വകാര്യ സർവകലാശാലകൾ വരികയും അവർക്ക് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടൈപ്പും അല്ലെങ്കിൽ ഫാമിലി എൻഡോമെൻറ്റ്സും ഒക്കെ ആയിട്ട് പറ്റി ഇതെന്താണ് ആരും ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കൊരു അത്ഭുതം. ഇത്രയും പ്രബുദ്ധതയും ഉള്ള, പ്രത്യേകിച്ച് നമ്മൾ എത്രയോ ഡിജിറ്റലൈസ് കോണ്ടന്റ് ഉപയോഗിക്കുന്നവരാണ് മലയാളികളിപ്പം. ഇതിനെന്താണ് ഇത്രയും ഒരു തടസ്സം? ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. അത് നിങ്ങളിത് ധൈര്യമായി തുടരുക. നാളെ ഈ വരുന്ന തലമുറകൾ മുഴുവൻ നിങ്ങളോട് എക്കാലവും കടപ്പെട്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന 3 പേരുടെയും പേരുകൾ ഇനി അങ്ങോട്ടുള്ള കേരളം, ഇനി AI കൂടെ വരികയാണ്. AI ടൂൾസ് കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സാധ്യത റിയലി മൈൻഡ് ബോഗ്ലിംഗ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഒരു നന്ദി പറയാമെന്ന് മാത്രം. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഇത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ്, നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും നമുക്ക് വിലയില്ല.
നിങ്ങൾക്ക് ഈ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്ന ഒരു രീതിയിൽ വെച്ചുകൂടെ? അതിനെന്തെങ്കിലും പ്രായോഗികമായ തടസ്സമുണ്ടോ? കാര്യം നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്, ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനുള്ളൊരു അത്ര ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. മലയാളികളുടെ പൊതുവെയുള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾക്കത് ചാർജ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതോ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്താണ്? അതിനോട് ചേർന്ന് ഓളത്തിൻ്റെ ഒരു കാര്യം കൂടെ കൈലാഷിനോടാണ്. ഈ നമുക്ക് പുതിയ വേർഡ്സ് ആഡ് ചെയ്യാൻ കൈലാഷിന് മാത്രമേ അതിനകത്ത് പറ്റുള്ളൂ, അതോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞല്ലോ. താങ്ക് യു. ആദ്യത്തെ പാട്ട് ഞാൻ ആൻസർ ചെയ്യാം. അതിന് പൈസ ചാർജ് ചെയ്യുന്നതിന് ഒരു സാങ്കേതിക തടസ്സമില്ല, ഞങ്ങൾക്കൊരു ബട്ടൺ മാറ്റിയാൽ മതി. പക്ഷേ ഞങ്ങളുടെ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിലോസഫി അതല്ല, ഞങ്ങൾ ഓപ്പൺ ആണ്. ഓപ്പൺ അല്ലാത്ത ഒരു സാധനവും ഞങ്ങൾ കൈവയ്ക്കാറില്ല. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇത് സ്കാൻ ചെയ്തോളൂ പക്ഷേ ഓപ്പണായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് സ്കാൻ ചെയ്യാറില്ല. ആ രേഖ, ഈ അക്ഷരവും വാക്കും സാഹിത്യമൊന്നും ആരുടെയും സ്വന്തമല്ലല്ലോ. ആരുടെ സ്വന്തമാണ്? ആരുടെയും സ്വന്തമല്ല. ഇതെല്ലാം നമുക്ക് മുന്നേ ജനിച്ചവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് ഒരിക്കലും ഞങ്ങൾ ചാർജ് ചെയ്യില്ല. ആര് പറഞ്ഞാലും ഇത് നിന്ന് പോകേണ്ടി വന്നാലും ഞങ്ങളത് ചാർജ് ചെയ്യില്ല. ഇപ്പോഴും ഞങ്ങൾ വിട്ട രേഖകൾ മുഴുവൻ എപ്പോഴും ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കും. അത് ഞങ്ങളുടെ ഒരു ഫിലോസഫിയുടെ ഭാഗമാണ്. സോറി. ഓളത്തിലൊരു 30,000 ഇംഗ്ലീഷ് വാക്കുകളും അതിന് മലയാളം അർത്ഥങ്ങളും ക്രൗഡ് സോഴ്സ് ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു 4 മാസം മുൻപ് ഓളം ഓടിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളും മൊത്തമായിട്ടും മാറ്റി അപ്ഗ്രേഡ് ചെയ്തു. അപ്പം കോൺട്രിബ്യൂഷൻസ് അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് തുറന്ന സമയത്ത് 1000-10,000 കണക്കിന് സ്പാം എൻട്രികളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം താൽക്കാലികമായിട്ട് പബ്ലിക് കോൺട്രിബ്യൂഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അത് വരുന്ന എൻട്രികളെല്ലാം നോക്കി ആധികാരികമായിട്ടുള്ള നിഘണ്ടുകളിൽ നോക്കി ക്യൂറേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമില്ല. പക്ഷേ നിഘണ്ടുവിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ശബ്ദധാരാവലിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാറ്റുവേല ശ്രീധരേട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലധികം സമയം ചെലവഴിച്ച ഒരു ചതുർഭാഷാ നിഘണ്ടു നിർമ്മിച്ച ആളാണ് അദ്ദേഹവും. ആ നിഘണ്ടു ഓപ്പൺ സോഴ്സ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ വരുന്നുണ്ടെന്ന്. 4 ദ്രാവിഡ ഭാഷകളിലുള്ള വലിയൊരു ബൃഹത്തായ നിഘണ്ടു ഒറ്റയ്ക്ക് ചെയ്ത മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ നേരത്തെ ജിസോ പറഞ്ഞ പോലെ ഇതൊരു ഫിലോസഫിക്കൽ പൊസിഷനാണ് അവരുടെ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തികളുടെ അവിശ്വസനീയമായ ജീവിതങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ബെഞ്ചമിൻ ബെയ്ലി 200-250 മൈലുകൾ കാളവണ്ടി കൂടെ, അതേ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ കുഗ്രാമത്തിലേക്ക് വന്ന് ഇവിടെ വന്ന് ഒരു ലിപി ഉണ്ടാക്കി, അച്ചടി ഇതുണ്ടാക്കി, പുസ്തകം ഉണ്ടാക്കി. ഇതൊക്കെ എന്തിനായിരുന്നു? അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിനപ്പുറത്ത് അവരെ ഏതോ ഒരു അഭൗമമായിട്ടുള്ള ഏതോ ഒരു കണക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു തീർക്കുന്നതാണ്. ഇതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഗുണഭോക്താക്കളാണ്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യരുടെ കുറേ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ, അതുകൊണ്ട് അവരെ അങ്ങനെ പൊക്കോ, ദാരിദ്ര്യത്തിൽ കൂടെ നിങ്ങൾ ശരിയാക്കി തന്നാൽ മതി. ശ്രീകണ്ഠേശ്വരൻ പറഞ്ഞ പോലെ സുഖമെന്ന് പറയുന്നത് അറിയാതെ സുഖത്തിൻ്റെ അർത്ഥം എഴുതേണ്ടി വരുന്നവരാണ് ഇവർ. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മളാക്കിയത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. ഇനി ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? പുസ്തകങ്ങൾ മുതൽ മനുഷ്യരെ വരെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെഷൻ വെച്ചതിന് മാതൃഭൂമിയോടുള്ള എല്ലാ സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞ കാര്യത്തിനോട് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്തൊരു ഒബ്സർവേഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ജേർണലിസം അധ്യാപകനാണ്. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ ഒരു ഫിലോസഫിയോട് 100% ബഹുമാനിക്കുന്നു. കാരണം അടുത്ത തലമുറയെക്കുറിച്ച് സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പം ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് കാണുന്നൊരു കാര്യം, കുട്ടികൾ ഈ PDF കിട്ടുന്ന സമയത്ത് ഓപ്പൺ സോഴ്സിൽ നിന്ന് ഈ ഓപ്പൺ സോഴ്സ് എന്താണെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൻ്റെ വാല്യൂ എന്താണെന്ന് പോലും അറിയാതെയാണ് ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും മുഴുവനും വായിച്ചിട്ടില്ല. ഒരു സൈറ്റേഷൻ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ചിലപ്പോൾ സൈറ്റേഷൻ പോലും കളയാതെ ഇവർ ഉപയോഗിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാട് അവിടെ വയ്ക്കുന്നതിനെക്കാട്ടിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം കൈലാഷേട്ടനോട് എനിക്കൊരു സംശയമല്ല, അതും ഒരു നിരീക്ഷണം അറിയാനുള്ള ആഗ്രഹമാണ്. ഇപ്പം നിഘണ്ടു പോലെയുള്ള കാര്യങ്ങളിൽ ഈ തലമുറയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോപിക്കലിൻ്റെ കാലമാണ് ഇപ്പം. പലരും പബ്ലിഷ് ചെയ്യുന്നതിൽ അധ്യാപകൻ എന്നുള്ളതിന് ധായും വേണ്ട, അത് ധാ മാത്രം മതി. വിദ്യാർത്ഥിക്ക് രഥത്തിൻ്റെ ധാ മാത്രം മതി.
എന്നുള്ളൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ലോപങ്ങളെക്കുറിച്ച് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം പലരോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളിൽ പലരും ഇതിൽ നിൽക്കുന്നവർ പോലും പറയുന്നുണ്ട് അതിൽ പൈസ ഒരു ഘടകമാണ്, നമ്മൾ ഒരു വാക്ക് കുറയ്ക്കുന്ന സമയത്ത് അത്രയും അധികം അവിടെ സ്പേസ് കിട്ടും എന്ന് പറയുന്ന രീതിയിൽ പറയുന്നവരുണ്ട്, പല അഭിപ്രായക്കാരുണ്ട്. അപ്പം അങ്ങനെ ലോപിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഷയുടെ ഒരു അതൃപ്തി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നിഘണ്ടു ചെയ്യുന്ന സമയത്ത്? ലിപി പരിണാമത്തെ പറ്റിയും ഈ ലോപിക്കുന്നതിനെ പറ്റിയൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ സാങ്കേതികമായിട്ട് അതിന് ഉള്ള കാരണങ്ങളൊന്നും ഇല്ലേ ഇല്ല. സ്പേസ് കൂടുക അല്ലെങ്കിൽ ബൈറ്റ്സ് കൂടുക അല്ലെങ്കിൽ അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക, അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ലേ ഇല്ല. അത് സാംസ്കാരികമായിട്ടുള്ള പല പല ചലനങ്ങളെ ഭാഗമായിട്ടുള്ള ഭാഷാ ശൈലിയാണെന്നേ പറയാൻ പറ്റൂ. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ, എനിക്കതിൽ അമർഷം തോന്നിയിട്ടുണ്ടോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. നമസ്കാരം. അഭിനന്ദനീയം, മാതൃകാപരം, ഈ 2 വാക്കിൽ ഈ അവതരണങ്ങളെ ഞാൻ ഒരുക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, ഇതിന് സപ്പോർട്ടാണ് വേണ്ടത്. ഈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഇവിടെ മലയാളം സർവകലാശാലയുണ്ട്, കാലടി സംസ്കൃത സർവകലാശാലയുണ്ട്, പുരാരേഖ വകുപ്പുകളുണ്ട്. ഇവരാരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ എന്തെങ്കിലും സഹായങ്ങളോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. 2, പ്രൈവറ്റായിട്ട് വ്യക്തികളിൽ നിന്ന് സമാഹരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഭാവി ബജറ്റ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ആദ്യത്തെ ചോദ്യം, ഇവരെല്ലാവരും ബന്ധപ്പെടാറുണ്ട് ചില സാങ്കേതിക സഹായങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഉള്ള പിന്നെ ചില ട്രെയിനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരൊക്കെ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ഞങ്ങളെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഇതിന് മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കാമെന്നോ ഉള്ള ഒരു ഓഫർ ഇന്ന് വരെ വന്നിട്ടില്ല. ഉറപ്പായിട്ടും ഇതുവരെ ഈ ഫൗണ്ടേഷൻ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് വ്യക്തികളുടെ സഹായം കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊരു സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുന്നോട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളതൊരു നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷനായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഫൗണ്ടേഷനിലേക്കുള്ള സംഭാവനകളൊക്കെ പിന്നെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്, ATG ഉള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ മുന്നോട്ടും ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹവും ഒരു എന്താ പറയണ്ടേ ആവശ്യമാണ്. കാരണം ഇത് ബൃഹത്തായ ഒരു പ്രോജക്റ്റാണ്. ഇത് ഞങ്ങൾ 3 പേരെ കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതകാലം കൊണ്ടോ തീരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു സംഭവമാണ്. കാരണം അത്രയേറെ റിക്വസ്റ്റുകൾ, നേരത്തെ ഷിജു പറഞ്ഞ പോലെ ഇത് കുറച്ച് പിന്നെ ആൾക്കാരിലേക്ക് അറിയാൻ തുടങ്ങിയപ്പം പലരും പല രേഖകളും ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പം ആ രേഖകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. കാരണം ആ ബിൽഡിംഗ് നാളെ ഒന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ രേഖകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷിജു പറഞ്ഞ ഈ ഒരു മൊബൈൽ യൂണിറ്റ്, അതായത് ഒരു വാഹനത്തിൽ ഇത് ഘടിപ്പിച്ച് നമുക്ക് അവിടെ എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തി അവിടെ സോഴ്സ് ചെയ്യുന്നത്. ചില രേഖകളൊന്നും നമുക്ക് പിന്നെ അതായത് പേജുകൾ പോലും മറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ അതൊന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം നമ്മൾ അവിടെ അറ്റ് സോഴ്സ് അവിടെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പോയി ചെയ്യാനായിട്ട് ഒരു മൊബൈൽ യൂണിറ്റ് ഞങ്ങൾ ഉറപ്പായിട്ടും നോക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ സ്പോൺസർ ചെയ്യുമായിരുന്നെങ്കിൽ സന്തോഷം. മുന്നോട്ടുള്ള യാത്രയിൽ എന്തായാലും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കിതിനെ ഓഡിയോ ബുക്സ് ആയിട്ട് കൺവെർട്ട് ചെയ്തൂടെ? കാരണം ഞാനൊരു ലൈബ്രറി പ്രവർത്തനമാണ്. നമ്മളവിടെ അന്ധന്മാർക്കുള്ള ഒരു കൺവെർഷൻ നടന്നിരുന്നു, ഓഡിയോ ബുക്കായിട്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പം പുതിയ സാങ്കേതിക വിദ്യ വന്നു. അപ്പം ടെക്സ്റ്റ് നമുക്ക് ആളുകൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഡിയോ ബുക്കായിട്ട് കൺവെർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വേർഡ് മാത്രം സെർച്ച് ചെയ്യേണ്ട വേർഡ് മാത്രം സംസാരിച്ചാൽ ആ പോർഷൻ കൃത്യമായി കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ ഒരു ഓഡിയോ കൺവെർഷനിലേക്ക്, അപ്പോൾ അത് പബ്ലിക്കിനും ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഇതിൽ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുകയും അതൊരു ഓഡിയോ ബുക്കുകൾ ഇപ്പോൾ ഇരിക്കുന്ന ഡേറ്റാസിനെ ടെക്സ്റ്റിനപ്പുറം ഓഡിയോ ബുക്കാക്കി മാറ്റുന്നതിനെക്കുറിച്ചും അങ്ങനെ ആലോചന എന്തെങ്കിലും ഉണ്ടോ? പിന്നെ സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു പ്രൊസീജിയറൂടെ പറയുകയാണെങ്കിൽ നല്ല. ഇതിൻ്റെ സാങ്കേതികത്വം എങ്ങനെയാണിത് ഒരു പ്രിൻ്റ് ആയിട്ടിരിക്കുന്ന സാധനത്തെ ഈ ഡിജിറ്റലാക്കി മാറ്റുന്നതിൻ്റെ സോഫ്റ്റ്വെയർസ് ചെയ്തൊക്കെ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണ്? ഇത് പിന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ രേഖ ഓപ്പണായിട്ട് പിന്നെ വിടുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ ഇതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഏറ്റെടുത്ത് ചെയ്യാം. ആക്ച്വലി ഈ ഓഡിയോ ബുക്ക് ഇവിടെ കേരളത്തിൽ തന്നെ ഒരു സ്കൂള് 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഉപയോഗിച്ച് ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്ത് അവർ ഓഡിയോ ബുക്കുകൾ പഴയ പാഠപുസ്തകങ്ങളുടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓഫ്ലൈനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതിക സഹായമോ സഹായമാണെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും.